മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റതിന്റെ ആഘോഷത്തിലാണ് നാടും നഗരവും. വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയിൽ ജനങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുകയാണ്. ഒപ്പം കോഴിക്കോട് നിന്നും തളീക്ഷേത്ര പരിസരത്ത് നിന്നും ദിഷ്ന സുരേഷും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് രേഷ്മയിലേക്ക് പോകാം. രേഷ്മ, പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാടും നഗരവും ഒരുപോലെ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു. ആരവങ്ങളുടെ മധുരം വിതരണം ചെയ്തൊക്കെയാണ് നാടും നഗരവും, അതും കുഞ്ഞുങ്ങളും മുതിർന്നവരും ഒരുപോലെ ഈ ഒരു ശുഭമുഹൂർത്തത്തെ, ആ ഒരു സുദിനത്തെ വരവേറ്റത്. ഏത് രീതിയിലായിരുന്നു കൊച്ചിയിലെ കാഴ്ചകളൊപ്പം ഇപ്പോഴും അവർ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ഇരട്ടി മധുരമാണ്, മലയാളികളൊക്കെയും പ്രതീക്ഷയിലാണ്. ഇരട്ടി മധുരമാണ് മലയാളികൾക്ക് നൽകിയിട്ടുള്ളത്. അവരുടെ ആ ഒരു സന്തോഷവും ഈ തരത്തിലാണ്. സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റ സമയത്ത് വളരെ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ തന്നെയാണ് കേരളത്തിലെമ്പാടും നഗരവീഥികളിൽ നാം കണ്ടത്. കൊച്ചിയിലും കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനവും മധുരം വിതരണം ചെയ്തുമായിരുന്നു പ്രവർത്തകരുടെ, നേതാക്കളുടെ ആഘോഷം. അത് ഇന്നും തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ JNL സ്റ്റേഡിയത്തിലാണ്. ഇവിടെ ഈ പ്രഭാത സവാരിക്കായിട്ട് നിരവധി പേർ എത്താറുണ്ട്. അവർക്ക് മധുരം വിതരണം ചെയ്യുകയാണ് BJP പ്രവർത്തകർ. കാരണം BJP പ്രവർത്തകരെ സംബന്ധിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ചാണെങ്കിൽ, നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരട്ടി മധുരം തന്നെയാണ്. ജോർജ് കുര്യൻ, അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി എന്നീ രണ്ട് മന്ത്രിമാരാണ് കേരളത്തിന് വേണ്ടി, അല്ലെങ്കിൽ കേരളത്തിനോടുള്ള ഒരു അംഗീകാരം എന്നുള്ള രീതിയിൽ കേന്ദ്ര മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഇരട്ടി മധുരം, അതിന്റെ ആ ഒരു ആഹ്ലാദ പ്രകടനം അത് അവസാനിക്കുന്നില്ല. ഇന്നലെ കലൂരും അതോടൊപ്പം തന്നെ BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചും വലിയ രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. രാവിലെയും അത് തുടരുകയാണ്. മധുരം വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും തന്നെയാണ് ഈ ആഘോഷം BJP പ്രവർത്തകരുടെയും അതോടൊപ്പം തന്നെ നേതാക്കളുടെയും നേതൃത്വത്തിൽ തുടരുന്നത്. ഇപ്പോൾ നിലവിൽ BJPയുടെ നേതാവായിട്ടുള്ള CG രാജഗോപാലിന്റെ നേതൃത്വത്തിലാണ് മധുരം വിതരണം ചെയ്യുന്നത്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇന്നലെയും ആഘോഷ പ്രകടനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു, ഇന്നും തുടരുകയാണ്. എത്രത്തോളം മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇരട്ടി മധുരം കൂടിയാണ് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്? ഇരട്ടി മധുരമല്ല, നമ്മൾ വാസ്തവത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ത്രിമധുരമാണ് കിട്ടിയേക്കുന്നത്. മൂന്നാം ഊഴമാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത്. ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ പദ്ധതികൾ അത് ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ രാഷ്ട്രത്തിൻ്റെ ഇലക്ഷൻ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുവാനുള്ള വളരെ ശക്തമായ ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും മറ്റു ശക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, അന്തർദേശീയ തലത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഭാരതത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ നെഞ്ചിലേറ്റി എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച് നമുക്കൊരു 3 സീറ്റ്, പ്രധാനപ്പെട്ട 3 സീറ്റുകൾ വളരെ തുച്ഛമായ ഇതിലാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. വാസ്തവത്തിൽ ഇന്ന് കേരളത്തിലെ ജനതയെ സംബന്ധിച്ച് വളരെ നീറുന്ന ഒരു നൊമ്പരമായി നിൽക്കും. കാരണം നമ്മെ സംബന്ധിച്ച് 3 പ്രധാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ, നമ്മുടെ V മുരളീധരൻ അവർ, പിന്നെ നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള വലിയ നേതാക്കൾ, ജനകീയ നേതാക്കൾ വളരെ കുറഞ്ഞ മാർജിനിലാണ് നമുക്ക് പിന്നോട്ട് പോവുകയും ചെയ്തത്. വാസ്തവത്തിൽ കേരളം ഒരു ചരിത്രം കുറിക്കുവാൻ, അല്ലെങ്കിൽ ഒരു വഴി മാറ്റുവാൻ പറ്റുന്ന കേരളത്തിന് ആ അവസരം ഒന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു നൊമ്പരം പാർട്ടി പ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾക്കും ഉണ്ട്. മറ്റൊന്ന് നാം കാണേണ്ടത് കേരളത്തിലെ BJPയുടെ പ്രവർത്തനം. സൗത്ത് ഇന്ത്യ മുഴുവൻ നാം അറിയാതെ പോയത്, പലരും പറയുന്നു യു പിയിൽ പോയി എന്നല്ല. നാം മനസ്സിലാക്കേണ്ടത് ഇന്ന് അക്രോസ് ഇന്ത്യ BJP ഒരു വലിയ വൻ ശക്തിയായി മാറി എന്നുള്ളതാണ്. നമ്മൾ ഭരണത്തിലെ ആന്ധ്രയിൽ, തെലങ്കാനയിൽ വലിയ കൊട്ടിഘോഷിച്ചാണ് ജഗൻ്റെ എല്ലാം. പക്ഷേ അതിനെയൊക്കെ തരണം മറിച്ചുകൊണ്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെയും കൂടാതെ ഒറീസയിലുണ്ടായ വിജയം. ഇവിടെ അല്ലാതെ മറ്റ് കൊച്ചിയിലെ ഏതൊക്കെ കേന്ദ്രങ്ങളാണ്? കൊച്ചിയിൽ എല്ലാ മുക്കിലും മൂലയിലും നഗരത്തിൻ്റെ ഇന്നലെ ഞങ്ങളെല്ലാം ജനങ്ങൾ ഇന്ന് BJPക്ക് ഒപ്പമാണ്. നമ്മൾ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കുമ്പോൾ പല സ്ഥലത്തും BJPയെ സംബന്ധിച്ച് കേരളത്തിൽ ഉൾപ്പെടെയുള്ള വോട്ടിംഗ് പാറ്റേൺ കൂടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സംഭവിച്ചത് വേറെ, പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിലും BJPക്ക് ശക്തമായ ഒഡീസയിൽ അധികാരത്തിൽ വന്നു. നമ്മെ സംബന്ധിച്ചിപ്പോൾ ആകെയുള്ളത് പഞ്ചാബിലൊരു പ്രശ്നമാണ്. ഡൽഹി നമുക്ക് നോക്കാം, അരവിന്ദ് കെജ്രിവാൾ 7 സീറ്റാണ് BJP അവിടെ നേടിയത്. അപ്പോൾ ഈ തരത്തിൽ മനസ്സിലാക്കേണ്ടത് പല ശക്തികളും വിപരീതമായി സർക്കാരിനെതിരെ പ്രവർത്തിച്ചു എങ്കിലും, രാജ്യാന്തര തലത്തിൽ പ്രവർത്തിച്ചു എങ്കിലും, ജനങ്ങൾ നരേന്ദ്രമോദി എന്ന ആ ഐതിഹാസിക പുരുഷൻ്റെ വികസന മന്ത്രങ്ങളെ നെഞ്ചിലേറ്റിയിട്ടുണ്ടെന്നുള്ളത് വലിയ തെളിവാണ്. കേരളത്തിൽ BJP അക്കൗണ്ട് സുരേഷ് ഗോപിയിലൂടെ തുറന്നു. അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് ഒട്ടിച്ചേർന്ന് ഓരം ചേർന്ന് നടന്നതിൻ്റെ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ ഇന്ന് സ്വീകാര്യനാക്കിയത്. അതേപോലെ മന്ത്രി എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തനം നടത്തിയിരുന്നു, V മുരളീധരൻ പ്രവർത്തനം നടത്തിയിരുന്നു. എല്ലാ BJPയെ സംബന്ധിച്ച് ഈ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം തന്നെ എല്ലാ തലത്തിലും
വലിയ ഒരു എന്താ പറയുക കുതിച്ചുചാട്ടം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ശ്രീമാൻ സുരേന്ദ്രൻ ഇപ്പോൾ മത്സരിച്ചത് അദ്ദേഹം അവിടെയും വയനാട്ടിലും വോട്ട് കൂടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കേരളത്തിൽ തന്നെ ഒരു പ്രതിപക്ഷമായി നിൽക്കുന്നത് LDF അല്ല. കാരണം LDF കേരളം ഭരിക്കുന്ന LDFന് ഒരു സീറ്റേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ BJPയെ സംബന്ധിച്ച് BJP ഇപ്പോൾ പ്രതിപക്ഷമെന്ന നിലയിൽ സുരേഷ് ഗോപി വന്നു. മറ്റ് എല്ലാ 20 മണ്ഡലങ്ങളിലും നമ്മൾ ശക്തമായ മുന്നേറ്റം സൃഷ്ടിക്കുവാൻ സാധിച്ചു എന്നുള്ളതും പ്രത്യേകിച്ച് കേരളത്തിലെ ജനതകളോട് ഞങ്ങൾ BJP എളിയ പ്രവർത്തകർ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കടപ്പാടാണ്, അത് മധുരമായി ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. കൊച്ചിയിലെ ആഘോഷ പരിപാടികൾ ഏത് വിധത്തിലാണ്? കൊച്ചിയിൽ നമുക്കറിയാം പല സ്ഥലങ്ങളിലും അനാഥാലയ സേവന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മധുരപലഹാരം നൽകുന്നു. ഇന്ന് ഞങ്ങൾ അധികാരി ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ ഇന്നലെ കലൂർ ബസ് സ്റ്റാൻഡിൽ മുക്കിലുമൂലം കടവന്ത്ര അങ്ങനെ എല്ലാ പോക്കറ്റ്സിലും പഞ്ചായത്ത് തലത്തിലും എല്ലായിടത്തും പിന്നെ നോർത്ത് ഇന്ത്യൻ സമൂഹം ഇന്നലെ മധുര വിതരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കർണാടക ആന്ധ്ര കൾച്ചർ സൊസൈറ്റി അങ്ങനെ എല്ലാ ആളുകളും ഈ വിജയം ആഘോഷിക്കുന്നു എന്നുള്ളത് വളരെ എന്താ പറയുക, അതിനൊരു നിശബ്ദതയുണ്ട്, പക്ഷേ അതിനൊരു മധുരമുണ്ട്. അതിനൊരു അല്ലാണ്ട് നമ്മൾ കാർഡടച്ച് വെടിവെച്ചിട്ടില്ല. വളരെ സ്വാതന്ത്ര്യമാണ്. BJP മാത്രമല്ല ആഘോഷിക്കുന്നത്, ഭാരതത്തിലെ ജനങ്ങൾ. BJP എന്ന് പറയുമ്പോൾ ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടിയാണ്. പ്രധാനമന്ത്രി ഇച്ഛാശക്തിയോടെ, ജ്ഞാനശക്തിയോടെ, ക്രിയാശക്തിയോടെ വളരെ ക്രിയാത്മകമായിട്ടാണ് പ്രവർത്തിച്ചത്. അതിൻ്റെ ഫലം കാണുകയും ചെയ്തു. ഇനിയിപ്പം വരാൻ പോകുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ നിശ്ചയമായിട്ടും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരും. അതിനുള്ള ചിട്ടയായുള്ള പ്രവർത്തനം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. 2025 25 നടക്കാൻ പോകുന്ന തീർച്ചയായിട്ടും നമുക്ക് ആ ഗംഭീരമായ വിജയം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും വേണം. നമ്മൾ ചെയ്യുന്നത് പ്രാർത്ഥന മാത്രമല്ല, നമ്മളെ പ്രധാനമന്ത്രി ചെയ്യുന്നത് പ്രാർത്ഥനയും പ്രവർത്തനവും ഒന്നിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമാണ് നമ്മൾ കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ സഹായ സഹനങ്ങളും നാട്ടുകാരുടെ സഹായങ്ങൾ വേണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സുരേഷ്, നമുക്ക് നേതാക്കളുടെ പ്രതികരണം മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. മോദി മൂന്നാമതും അധികാരം ഏറ്റിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഒരു പൗരൻ എന്നുള്ള നിലയിൽ? മോദി മൂന്നാമതും അല്ല 4ാമത് അധികാരത്തിൽ വരുന്നെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം മോദി ചെയ്യുന്ന മാതിരി ഇന്ത്യയിൽ വേറൊരാൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെ പല പ്രധാനമന്ത്രിമാരും ഇവിടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. മോദി ചെയ്തിട്ടുള്ള രീതിയിൽ ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല. പുള്ളി രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടി ചെയ്യുന്ന ആളാണ്. അത് കാരണം മോദി തന്നെ ഭരിക്കണം, മോദി തന്നെ വേണം. മോദി ഫുൾ സപ്പോർട്ട് ഈ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളിലും ഉണ്ടാവും എന്നുള്ള പ്രത്യേകിച്ച്. അതുപോലെ തന്നെ കേരളത്തിന് 2 കേന്ദ്രമന്ത്രിമാർ കൂടി ലഭിച്ചിരിക്കുന്നു. ഒന്ന് സുരേഷ് ഗോപിയും പിന്നെ ജോർജും, രണ്ടും നല്ല മന്ത്രിമാരെ രണ്ടുപേരും. സുരേഷ് ഗോപി തൃശ്ശൂർക്ക് വേണ്ടി മാത്രമല്ല കേരളത്തിലെയും എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നതാണ് പുള്ളി പറയുന്നത്. അതങ്ങനെ തന്നെ വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും എന്ത് തോന്നുന്നു ഒരു പട്ടാളക്കാരൻ എന്നുള്ള നിലയിൽ? എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് മോഡിജി. അതുമാത്രമല്ല ഭാരതത്തിൻ്റെ വിഷൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 10 കൊല്ലം നമ്മൾ കണ്ടു. അതുകൊണ്ട് യൂത്ത്സ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഇന്ന് മോഡിജിക്കാണ് വോട്ട് ചെയ്യുന്നത്. കാരണം കോൺഗ്രസിൻ്റെ കറപ്ഷനും മറ്റേ LDFിൻ്റെ ഗുണ്ടായുസവും നാട്ടുകാർ കണ്ടു കഴിഞ്ഞതാണ്. ഇവിടെ എന്താ ഉള്ളത്, റേഷൻ പോലും കിട്ടുന്നില്ല, സപ്ലൈകോയിൽ സാധനങ്ങളില്ല. ആ സ്ഥാനത്ത് മോഡിജി എല്ലാവർക്കും 5 കിലോ അരി ഇപ്പോഴും ഫ്രീ കൊടുത്തുകൊണ്ടിരിക്കുക. 80 കോടി ജനങ്ങൾക്ക് അരി ഫ്രീ കൊടുത്തുകൊണ്ടിരിക്കുക. അത് മോഡിജിക്ക് മാത്രമേ കഴിയുള്ളൂ. കാരണം അങ്ങനെ ഒരു നേതാവ് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് 3ാം ഊഴം. ജവഹർലാൽ നെഹ്റു 15 കൊല്ലം ഭരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡിജി 20 കൊല്ലം ഭരിക്കാൻ പോകണം, അല്ലാണ്ട് 15 അല്ല. അതിനെ കവർ ചെയ്യുമെന്നുള്ള ഞങ്ങൾക്കൊരു സംശയമില്ല. ഇനിയിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഈ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രതിഫലനം കേരളത്തിലുണ്ടാവും. അതിൻ്റെ പ്രവർത്തനമാണ്. ഏകദേശം 20% വോട്ടാണ് കേരളത്തിൽ BJPക്ക് കിട്ടിയിരിക്കുന്നത്. അത് വലിയൊരു ഐതിഹാസികമായ വിജയമാണത്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ മോഡിജിയും BJPയും ചലനം സൃഷ്ടിച്ചു. കേരള ജനത ചലിക്കുന്നു BJPയോടൊപ്പം, NDയോടൊപ്പം എന്ന് വ്യക്തമായി കാണിക്കുന്നതാണ് ഇന്നത്തെ ഈ ഭൂരിപക്ഷവും. കേരളത്തിലെ പ്രബുദ്ധ ജനം ചിന്തിച്ചു തുടങ്ങി. ഇപ്പോഴും പറയുന്നത് ജനങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നത് ജനങ്ങൾക്കാണ്. കാരണം ജനങ്ങളാണ് എല്ലാത്തിനും മുകളിൽ. അപ്പോൾ ആ ജനങ്ങൾ കേരളത്തിൽ BJP തിരഞ്ഞെടുക്കണമെന്നൊരു അപേക്ഷയുണ്ട്. കാരണം വികസനം വേണം. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും അവർക്ക് പ്രത്യേക നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. തദ്ദേശ സ്വയംഭരണത്തിൽ തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തോടെ NDA അധികാരത്തിൽ വരും. BJP അതിന് നേതൃത്വം നൽകും. എല്ലാ ബൂത്തുകളും സജീവമായി ഇപ്പോൾ പ്രവർത്തനം തുടങ്ങി. നല്ല രീതിയിലുള്ള എല്ലാ ബൂത്തിലും പ്രവർത്തനമുണ്ട്. എല്ലാവർക്കും ഒരു ലഡു.
തീർച്ചയായിട്ടും സുരേഷ്, കാരണം BJP പ്രവർത്തകരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. മൂന്നാമതല്ല, ഇനി നാലാമതും മോദി സർക്കാർ തന്നെ അധികാരത്തിൽ വരും, BJP തന്നെ അധികാരത്തിൽ വരും. കാരണം അവർ വികസനത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയിലാണ്, മോദിയിലാണ്, അതുകൊണ്ട് തന്നെ NDA സർക്കാരിലാണ്. എന്തായാലും കേരളത്തിന് ഇരട്ടി മധുരം, അതോടൊപ്പം തന്നെ ആ മധുരം വിതരണം ചെയ്തുകൊണ്ട് BJP പ്രവർത്തകരും ആഹ്ലാദം തുടരുകയാണ്. സുരേഷ്, ഏതായാലും രേഷ്മ, എല്ലാവരും പറഞ്ഞതുപോലെ തന്നെയാണ് BJP കേരളത്തിലും അധികാരത്തിലെത്തും. അത്തരത്തിലുള്ള ഒരു കാലം വിദൂരമല്ല, സമീപകാലത്ത് തന്നെ ആ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. കാരണം അതിൻ്റെ ഒരു സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. എന്തായാലും എല്ലാവരും സന്തോഷത്തിലാണ്, ആഘോഷ നിറവിലാണ്. മധുര വിതരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും രേഷ്മയും ഒരു ലഡു ഒക്കെ എടുത്തിട്ടുണ്ട്. ഏതായാലും ഇരട്ടി മധുരമാണ്. 2 മധുരം കഴിക്കുക, 2 ലഡു കഴിക്കുക. ഇപ്പോൾ തളീക്ഷേത്ര പരിസരത്ത് നിന്നും കോഴിക്കോട് നിന്നും ദിസ്നയും ചേരുകയാണ്. ദിസ്ന, ഗുഡ് മോർണിംഗ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം കോഴിക്കോട് അതിഗംഭീരമായ ആഘോഷമായിരുന്നു നടന്നിരുന്നത്. ദിസ്ന തന്നെയാണ് അത് തത്സമയം അതിൻ്റെ ആഘോഷത്തോടെ, അതിൻ്റെ പൊലിമയോടെ റിപ്പോർട്ട് ചെയ്തതും. ഇപ്പോഴും ആ ഒരു മധുരം, അതിൻ്റെ ആ ഒരു ആഘോഷമാണ് ജില്ലയിൽ എങ്ങും നടക്കുന്നത്. ഇന്നും അതുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളുണ്ട്, വിവിധ ചടങ്ങുകളുണ്ട്, ആഘോഷങ്ങളുണ്ട്. ഒപ്പം എത്രത്തോളം സന്തോഷത്തിലാണ് കോഴിക്കോട് ജില്ല ഒന്നാക്കി? ഗുഡ് മോർണിംഗ് KP സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട്ടുകാർ ആഘോഷങ്ങളെ വിപുലമായി അല്ലെങ്കിൽ വളരെ ഉത്സാഹത്തോട് തന്നെ ഏതൊരു അവസരങ്ങളെയും ആഘോഷമാക്കി മാറ്റുന്നത് കോഴിക്കോട്ടുകാരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയും ഇന്നലെ വളരെ ഗംഭീരമായി തന്നെയാണ് കോഴിക്കോട്ടുകാർ ആഘോഷിച്ചത് എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മളത് തത്സമയമൊക്കെ തന്നെയും കാണിച്ചിരുന്നതാണ്. അത് വെള്ളയിൽ ബീച്ചിൽ നിന്നും തുടങ്ങി കോഴിക്കോട് ഓപ്പൺ സ്റ്റേജിലേക്കായിരുന്നു. അത്തരത്തിൽ വർണ്ണോജ്വലമായ ഘോഷയാത്രകളും മധുര വിതരണം ഒക്കെ തന്നെ നടത്തി വലിയൊരു രീതിയിലുള്ള പരിപാടിയായിരുന്നു ഇന്നലെ സംഘടിപ്പിച്ചിരുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെയും വ്യക്തമാക്കിയതാണ്. മഴയൊക്കെ ഉണ്ടായിരുന്നു. ആ കനത്ത മഴയൊക്കെ തന്നെയും മറികടന്ന് അവഗണിച്ച് വലിയൊരു രീതിയിലുള്ള ആഘോഷത്തിൽ തന്നെയായിരുന്നു കോഴിക്കോടിന്റെ ജനത എന്ന് തന്നെ പറയാം. അതിൽ പ്രധാനമായും ചിലരുടെയൊക്കെ തന്നെയും ആളുകളുടെയൊക്കെ തന്നെയും പ്രതികരണത്തിൽ നിന്നും വ്യക്തമായിരുന്നു കേരളത്തിൽ താമര വിരിയില്ല എന്ന് പറഞ്ഞിരുന്നു എന്നും അത്തരത്തിൽ കേരളത്തിൽ പുതിയൊരു താമര വസന്തം ഉണ്ടായിരിക്കുന്നു എന്നും ഇനിയുള്ളത് മാറ്റത്തിന്റെ തുടക്കമായിരിക്കും എന്ന് തന്നെയാണ് ആളുകളൊക്കെ തന്നെയും വളരെ വ്യക്തതയോടെ പറഞ്ഞത് എന്ന് നമുക്ക് അറിയാം. KP സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ആഘോഷത്തിൽ തന്നെയായിരുന്നു കോഴിക്കോട്ടുകാർ ഇന്നലെ. അതോടൊപ്പം തന്നെ തളി മാരാർജി ഭവനിൽ വലിയ സ്ക്രീനിൽ നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ അടക്കം വലിയൊരു ജനാവലിയെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് തന്നെയാണ് കോഴിക്കോടിന്റെ ജനത ഇന്നലെ സത്യപ്രതിജ്ഞ നിമിഷത്തെ ഒക്കെ തന്നെയും വരവേറ്റത്. അതോടൊപ്പം തന്നെ വലിയൊരു രീതിയിലുള്ള മഴയുണ്ടായിരുന്നു. ഈ മഴയൊക്കെ തന്നെയും മറികടന്നുകൊണ്ട്, മഴയൊന്നും തന്നെ കോഴിക്കോട്ടുകാർക്ക് ഒരു പ്രശ്നമേ അല്ലായിരുന്നു. ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി തന്നെ കണ്ടതാണ്. ആടിയും പാടിയും ഒക്കെ തന്നെയും നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയെ വളരെ വിപുലമായി ആഘോഷിച്ചു. അത് തന്നെയാണ് ആര്യം പറഞ്ഞതിനെ പോലെ തന്നെ ഈ മലബാറുകാരുടെ ഒരു പ്രത്യേകതയുണ്ട്, പ്രത്യേകിച്ച് കോഴിക്കോടുകാരുടെ ഒരു പ്രത്യേകത. കാരണം ഏത് ആഘോഷമായാലും അത് ചെറുതും വലുതുമായാലും അതിഗംഭീരമായാണ് ആഘോഷിക്കുക. അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ്, അധികാരം ഏറ്റെടുക്കുന്ന ചടങ്ങ് എത്രത്തോളം ഗംഭീരമായിട്ടായിരിക്കും കോഴിക്കോടുകാർ, മലബാറുകാർ ആഘോഷിക്കുക എന്ന് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല. അത് കണ്ടറിഞ്ഞ വസ്തുതയാണ്. കാരണം തകർത്ത് പെയ്യുന്ന മഴയും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ ആ ഒരു ആഘോഷത്തിൽ ആറാടിയത്. ആ ഒരു ആഘോഷത്തിൻ്റെ ആ ഒരു പൊലിമ അവസാനിക്കുന്നില്ല, ഇപ്പോഴും തുടരുകയാണല്ലേ? KP സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട്ടുകാർ എന്നും ആതിഥേയരായി തന്നെ അതിഥികളെ വളരെ സൽക്കാരത്തോടുകൂടി വരവേൽക്കുന്ന ഒരു പാരമ്പര്യമുള്ള നാടാണ് കോഴിക്കോടിൻ്റെതെന്ന് നമുക്കറിയാം. പല പരിപാടികളിലും കോഴിക്കോട്ടുകാർ വളരെ സജീവമായി തന്നെയാണ് ആഘോഷത്തിൽ ആറാടുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെയായിരുന്നു ഇന്നലെയും നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വളരെ മനോഹരമായി, അതിഗംഭീരമായി, വിപുലമായി തന്നെ ആഘോഷിക്കുകയായിരുന്നു കോഴിക്കോട്ടുകാർ. KP സൂചിപ്പിച്ചതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളടക്കം മുതിർന്നവരടക്കം മഴയൊക്കെ തന്നെയും മതിമറന്നുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ആഘോഷിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ തളി മാരാർജി ഭവനിലും വലിയൊരു രീതിയിലുള്ള വിപുലമായ ആഘോഷ പരിപാടികൾ തന്നെയായിരുന്നു ഒരുക്കിയിരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് പ്രായഭേദമന്യാണ് ഈ ഒരു ആഘോഷം അല്ലെങ്കിൽ ഈ ഒരു അസുലഭ നിമിഷത്തെ എല്ലാവരും വരവേറ്റത് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെയും വളരെ വ്യക്തമായി കണ്ടതാണ്. കുഞ്ഞു കുട്ടികൾ, ചെറിയ കുട്ടികളടക്കം
മുതിർന്നവർ വരെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ആ ആഘോഷ പരിപാടിയിൽ. അതോടൊപ്പം തന്നെ ഇന്നലെ വളരെയേറെ വൈകിയാണ് ആഘോഷ പരിപാടികളൊക്കെ തന്നെ അവസാനിച്ചത്. അതിൻ്റെയൊക്കെ തന്നെ ഒരു ക്ഷീണം ഇന്ന് പല പ്രവർത്തകരുടെയും ഇടയിൽ കാണാനുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും KP. അതോടൊപ്പം തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ഈ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിനെ കാണുന്നത്. അതായത് അവരുടെ വികസനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും കേരളത്തിന് പ്രധാനമായും മുൻതൂക്കം നൽകുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയൊരു രീതിയിൽ കേരളത്തിന് പ്രാധാന്യം നൽകുമ്പോൾ അർഹിക്കുന്ന അംഗീകാരങ്ങൾ അല്ലെങ്കിൽ അർഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയും സാധാരണക്കാർക്ക് ലഭ്യമാകുമെന്നൊരു വിശ്വാസ്യതയാണ് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഭരണമൊക്കെ തന്നെയും നിരവധി ആളുകൾക്ക് പലതരത്തിലുള്ള പ്രയോജനങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് ആളുകൾ വ്യക്തമാക്കുന്നത്. പ്രധാനമായും കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എടുത്തു പറയുകയാണെങ്കിൽ പ്രധാനമായും ഇവിടെയൊക്കെ തന്നെയും കൂടുതൽ മുസ്ലിം ഭൂരിപക്ഷ ആളുകളൊക്കെ തന്നെയും ഉള്ള ഒരു ജില്ലയാണ്. ഇവിടുന്നൊക്കെ തന്നെയും വലിയൊരു രീതിയിൽ വോട്ട് വിഹിതം കൂടുവാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ വോട്ട് വിഹിതം കൂടി എന്ന് തന്നെ നമുക്ക് കഴിഞ്ഞ കണക്ക് അനുസരിച്ചൊക്കെ തന്നെയും പറയാൻ സാധിക്കും. അത്തരത്തിൽ BJPക്ക് വലിയൊരു രീതിയിലുള്ള ജനപ്രാതിനിധ്യം അല്ലെങ്കിൽ പങ്കാളിത്തം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു എന്നത് വലിയൊരു വസ്തുത തന്നെയാണ്. പ്രത്യേകിച്ച് വികസന നേട്ടങ്ങൾ മുന്നിൽ വെച്ചാണ് ഓരോ തിരഞ്ഞെടുപ്പിനെയും ഈ സർക്കാർ മുന്നോട്ട് വെച്ചത്. വികസനത്തിൽ ഊന്നിയുള്ള പ്രവർത്തനം തന്നെയായിരുന്നു. അത് തന്നെയാണ്. കാരണം വികസിത രാഷ്ട്രീയത്തിന്, ജനക്ഷേമ രാഷ്ട്രീയത്തിന് ജനങ്ങൾ നൽകിയ അംഗീകാരം തന്നെയാണ് വീണ്ടും ഒരു നരേന്ദ്ര യുഗത്തിൻ്റെ പിറവിക്ക് കാരണമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും കോഴിക്കോടുകാർ മാത്രമല്ല, മലബാറുകാർ മാത്രമല്ല, കേരളം മുഴുവൻ, നാട് മുഴുവൻ എല്ലാവരും ഒരുപോലെ ആഘോഷിച്ചു. ഇപ്പോഴും ആ ഒരു ആഘോഷം, ആ ഒരു സന്തോഷം, ആ ഒരു അഭിമാനത്തിൻ്റെ നിറവിൽ തന്നെയാണ് എല്ലാവരും. രേഷ്മയും കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും ദിസ്നിയുമാണ് വിവരങ്ങൾ നൽകിയത്.